വയനാട്ടിലും മറ്റു ജില്ലകളിലും വ്യാപകമായി വന്യജീവികൾ നാട്ടിലേക്കിറങ്ങി മനുഷ്യജീവൻ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടുകയാണ്. ഇങ്ങനെ വനാതിർത്തി കടന്ന് നാട്ടിലേക്കിറങ്ങുന്ന മൃഗങ്ങളുടെ എണ്ണം ഗണ്യമായ തോതിൽ വർദ്ധിക്കുകയാണ്. ആനക്കൂട്ടങ്ങൾ, കടുവകൾ, അതുപോലെ കുരങ്ങ്, പന്നി, കാട്ടുപോത്ത്, മയിൽ തുടങ്ങിയ കൃഷിക്കും മനുഷ്യജീവനും അപകടം വരുത്തുന്ന ധാരാളം മൃഗങ്ങൾ ഇറങ്ങുകയാണ്. ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ ആന ചവിട്ടിക്കൊന്ന കുടുംബത്തിൽ ഞങ്ങൾ ഇന്നലെ സന്ദർശിക്കുകയുണ്ടായി. വളരെ കഷ്ടതരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരാണ് ഇതിന്റെ ഇരകളായി മാറുന്നത്. കഴിഞ്ഞ 9 മാസം കൊണ്ട് ഏകദേശം 85 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കാനോ ഇതിനുള്ള ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും ഈ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും സർക്കാരിന്റെ കയ്യിലില്ല. ഇത്രയും ഗൌരവതരമായ പ്രശ്നം, ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലമാണ്, ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. കിഴങ്ങ് കൃഷി പറ്റില്ല, വാഴകൃഷി പറ്റില്ല, ഒരു തരത്തിലുള്ള കൃഷിയും നടത്താൻ ഈ വനാതിർത്തികളിലുള്ള കർഷകർക്ക് കഴിയാത്ത ഒരു സാഹചര്യം. ജീവൻ അപകടത്തിലാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. പശുവിനെ കറന്ന് ജീവിക്കുന്നവർക്ക് പാല് കൊടുക്കാൻ കഴിയുന്നില്ല. റബ്ബർ ടാപ്പ് ചെയ്യുന്നവർക്ക് ടാപ്പ് ചെയ്യാൻ പോകാൻ കഴിയുന്നില്ല. ഒരു പുല്ല് വെട്ടാൻ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഏറ്റവും ഭീതി നിറഞ്ഞ സാഹചര്യമാണ് എല്ലാ കുടുംബങ്ങളിലും അവിടെ നിലനിൽക്കുന്നത്. ബഹുമാന്യനായ വനം മന്ത്രി വയനാടിന്റെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ്. അദ്ദേഹം കാണിച്ച നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് എന്ത് വാക്കുകൊണ്ട് വേറെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ്. ലാഘവത്വത്തോടുകൂടിയാണ് ഇതിനെ നേരിടുന്നത്. ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള ഒരു പദ്ധതി ഗവൺമെന്റിന്റെ കയ്യിലില്ല. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ആകെ നീക്കിവച്ചിരിക്കുന്നത് 48 കോടി രൂപയാണ്. ഒരു 100-ലൊന്ന് സ്ഥലത്ത് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടാക്കാൻ പോലും ഈ 48 കോടി രൂപ മതിയാവില്ല. അപ്പൊ ഗവൺമെന്റിന്റെ പൂർണ്ണമായ അവഗണന, നിഷ്ക്രിയത്വം. 7000-ഓളം പേര് നഷ്ടപരിഹാരം കിട്ടാതെ കാത്തിരിക്കുകയാണ്. 7000 പേർക്ക്, മരിച്ചവരുൾപ്പെടെ. വെറും പാവങ്ങളാണ്. ആളുകൾ ആത്മഹത്യ ചെയ്തു. അതായത് പന്നി വന്ന് ആക്രമിച്ച് വാഴക്കൂട്ടങ്ങൾ തകർത്തതിന്റെ പേരിൽ നഷ്ടപരിഹാരം കിട്ടാതെ കടബാധ്യതയിലായ കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. എന്നിട്ടും സർക്കാർ ഈ നഷ്ടപരിഹാരം കൊടുക്കാതെ അവരെ കബളിപ്പിക്കുന്ന സ്ഥിതിയാണ്. അപ്പൊ ഈ വനം മന്ത്രി പൂർണ്ണമായും ഇതിനകത്ത് കാണിച്ച നിസ്സംഗതയും നിഷ്ക്രിയത്വവും വലിയ ദോഷഫലമാണ് ഈ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് UDF MLA മാർ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്താനും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാനും തീരുമാനിച്ചത്. ആ മാർച്ചിനെയാണ് പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ സമാധാനപരമായി ഉള്ളൊരു മാർച്ചാണ് MLA മാർ, വേറെ ആരെയും പങ്കെടുപ്പിക്കാതെ MLA മാരുടെ മാത്രം ഒരു മാർച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് വരാനിരിക്കുന്ന കാലത്തെ പ്രക്ഷോഭങ്ങളുടെ തുടക്കമായി ഇതിനെ കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ MLA മാരെ മുഴുവൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരുടെ വനം മന്ത്രിയുടെ വസതിയിലേക്കുള്ള ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.